ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈറ്റോസിസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നമുക്ക് മിയോസിസ് നോക്കാം. മൈറ്റോസിസ് മനസ്സിലായവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിയോസിസ് ഈസി ആയിട്ട് പഠിക്കാം. സോ മൈറ്റോസിസിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മിയോസിസ് എന്താണെന്ന് പറയാം. മിയോസിസ് എന്ന് പറയുന്നതും മൈറ്റോസിസിനെ പോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ആണ്. മിയോസിസ് പറയുന്നതിന് മുന്നേ നമുക്ക് മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് പറയാം. നമ്മൾ മൈറ്റോസിസ് പഠിച്ച സമയത്ത് മൈറ്റോസിസിനെ കുറിച്ചിട്ട് നമ്മളൊരു പേരൊക്കെ കൊടുത്തിരുന്നു, ഇക്വേഷണൽ ഡിവിഷൻസ് എന്നൊക്കെ. അതായത് ഇവിടെ സെൽ സൈക്കിൾ നടക്കുന്നതിന് മുന്നേ സെല്ലിന്റെ കണ്ടീഷൻ 2n ആയിരിക്കും എന്നും സെൽ സൈക്കിൾ കഴിഞ്ഞാൽ അതായത് ഡോട്ടർ സെൽസ് ഉണ്ടാവുമ്പോൾ ഡോട്ടർ സെൽസിനും സെയിം 2n കണ്ടീഷൻസ് ആയിരിക്കും രണ്ട് സെൽസിനും ഉണ്ടാവുക എന്നുള്ളത്. അതായത് സെൽ ഡിവിഷൻസ് നടന്ന് ഒരു സെല്ല് രണ്ട് സെല്ലായാലും ആ ഒരു സെല്ലിന്റെ അതേ ക്രോമസോമൽ നമ്പർ തന്നെയായിരിക്കും ഡോട്ടർ സെൽസിനും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ മൈറ്റോസിസിന് ഇക്വേഷണൽ ഡിവിഷൻസ് എന്ന് പേര് പറയാമെന്നും പറഞ്ഞു. നേരെ മറിച്ച് മിയോസിസിൽ ഇങ്ങനെയല്ല നടക്കുന്നത്. മിയോസിസിൽ 2n കണ്ടീഷനിലുള്ള സെല്ല് ആദ്യം അതിൻ്റെ ക്രോമസോമൽ നമ്പർ റിഡ്യൂസ് ചെയ്തിട്ട് n നമ്പറായിട്ട് മാറും. അതായത് പാരൻ്റൽ നമ്പർ 2n ആണെന്നുണ്ടെങ്കിൽ 46 ആണെന്നുണ്ടെങ്കിൽ അത് ഡിവിഷൻസ് നടക്കുമ്പോൾ n ആയിട്ട് മാറും. 46 ക്രോമസോമൽ നമ്പറുള്ള പാരൻറ്റിൽ നിന്നും 23 ക്രോമസോമൽ നമ്പറുള്ള ഡോട്ടർ സെൽസ് ആയിട്ടാണ് മാറുക. മിയോസിസ് രണ്ട് ടൈപ്പ് ഉള്ളത്, മിയോസിസ് 1 and 2 സോ ഇവിടെ നമ്മളിപ്പോൾ ഇതുവരെയും പറഞ്ഞത് മിയോസിസ് 1 ആണ്. മിയോസിസ് 2 നടക്കുമ്പോൾ അതായത് ഇനി എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഡോട്ടർ സെൽസ് രണ്ടെണ്ണം ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ഇത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് n ആയിട്ട് മാറും. അതായത് ഈ n ഇവന് ഡിവൈഡ് ചെയ്തിട്ട് n ആകും. അതേപോലെ തന്നെ ഈ n ഡിവൈഡ് ചെയ്തിട്ട് n ആയിട്ട് മാറും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ക്രോമസോമൽ നമ്പറിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല, സെയിം നമ്പർ തന്നെയാണ് ഡിവൈഡ് ചെയ്തപ്പോഴും ഉള്ളത്. സോ ഇതാണ് മിയോസിസ് 2 എന്ന് പറയുന്നത്. സോ മിയോസിസ് 2 എന്ന് പറയുന്നതും എക്സാക്ട് മൈറ്റോസിസിനെ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ മിയോസിസ് 2നെയും ഇക്വേഷണൽ ഡിവിഷൻസ് എന്ന് കൂടി വിളിക്കാം. ഇവിടെ പാരന്റ് സെല്ലിനെ പോലെ തന്നെയാണ് ഡോട്ടർ സെൽസും ഉള്ളത്. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. അതായത് ഒരു മിയോസിസിലാന്ന് വെച്ചാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്താൽ 4 സെല്ല് ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഒന്ന് കറക്റ്റായിട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സെൽ സൈക്കിളിലോട്ട് കിടക്കുമ്പോൾ ആ സെല്ലിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2n കണ്ടീഷനിലായിരിക്കും. ഈ 2n കണ്ടീഷനിലുള്ള സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് n കണ്ടീഷൻസിലായിട്ട് മാറും. അതായത് ക്രോമസോമൽ നമ്പർ നേരെ റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഭാഗത്തിന് നമ്മൾ പറയുക മിയോസിസ് 1 എന്നാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റിഡക്ഷൻ ആണ് നടന്നത്. അതായത് ഇവിടെ എന്ത് സംഭവിച്ചു, ക്രോമസോം ഈസ് റിഡ്യൂസ്ഡ് ഇൻടു ഹാഫ് ആയിട്ട് മാറി. ക്രോമസോമൽ നമ്പർ ഹാഫ് ആയിട്ട് മാറി. 46 ഉള്ളത് 23 ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ നമുക്കിതിന് റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കാം. ഇനി ഈ ഡിവൈഡ് ചെയ്ത രണ്ട് സെൽസും വീണ്ടും ഡിവിഷൻസ് നടന്നിട്ട് 4 സെൽസ് ആയിട്ട് മാറും. അതായത് ഇവന്റിന്ന് രണ്ടെണ്ണം. ഈ ഡിവിഷൻസ് നടന്നതിന് നമുക്ക് മിയോസിസ് 2 എന്നും പറയാം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ക്രോമസോമൽ നമ്പറിന് ഒരു ചേഞ്ചും വരാതെയാണ് ഡിവിഷൻസ് നടന്നത്. എക്സാക്റ്റ് അതേ സെൽസിൻ്റെ ക്രോമസോമൽ നമ്പർ തന്നെയാണ് ഡിവിഷൻസ് നടന്നപ്പോഴും ഈ 4 സെൽസിനുള്ളത്. അപ്പോൾ നമ്മൾ മൈറ്റോസിസിൽ പഠിച്ച പോലെ തന്നെ ഇവിടെ എന്താണ്, സെയിം ക്രോമസോമൽ നമ്പർ ആയതുകൊണ്ട് അതായത് പാരൻ്റൽ സെല്ലിൻ്റെ അതേ ക്രോമസോമൽ നമ്പർ തന്നെ ഡോട്ടർ സെൽസിനും വന്നുകൊണ്ട് നമുക്കിതിന് എന്തെന്ന് പറയാം, മിയോസിസ് 2നെ നമുക്ക് ഇക്വേഷണൽ ഡിവിഷൻസ് തന്നെ വിളിക്കാം. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, മിയോസിസ് 2 എന്ന് പറയുന്നത് എക്സാക്റ്റ് മൈറ്റോസിസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പഠിക്കാൻ ആകെ മിയോസിസ് 1 മാത്രമേ ഉള്ളൂ. മിയോസിസ് 2 മൈറ്റോസിസ് തന്നെ ആയതുകൊണ്ട് നമുക്കിവിടെ മിയോസിസ് 1 പഠിച്ചാൽ മതി. അപ്പോൾ ഹാപ്പി അല്ലേ ഗൈസ്? അപ്പോൾ മിയോസിസിന് 2 സ്റ്റേജസ് ആണുള്ളത്, മിയോസിസ് 1 and 2. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മിയോസിസ് 1 മിയോസിസ് 2 നമുക്ക് മൈറ്റോസിസിൽ അറിയാം കുറച്ച് ഫേസസ് ഉണ്ടായിരുന്നു. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. നമ്മൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പ്രോമാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോഡൊക്കെ യൂസാക്കി പഠിച്ചില്ലേ? അതേ ഫേസ് ഇവിടെ 2 ഭാഗത്തുണ്ട്. 2 ഭാഗത്തും സെയിം ആണെന്നുണ്ടെങ്കിൽ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഇത് വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് മിയോസിസ് 1 ഫേസസിനെ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1 എന്ന് പറയാം. നേരെ മറിച്ച് മിയോസിസ് 2 ആ 1ൻ്റെ സ്ഥാനത്ത് എല്ലാതും 2 ആയിട്ട് മാറും. തീർന്നിട്ടില്ല, ഇപ്പം ഇത് കാരിയോകൈനസിസ് ആയിട്ടുള്ളൂ. ഇനി സൈറ്റോകൈനസിസും കൂടി വേണം. ഓക്കെ, ഇപ്പം
അപ്പോൾ സെറ്റായി. മിയോസിസ് 1ന്റെയും മിയോസിസ് 2ന്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിനാണ് ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. മിയോസിസ് 1 എന്ന് പറയുന്നതും മിയോസിസ് 2 എന്ന് പറയുന്നതും 2 ടൈപ്സ് ഓഫ് ഡിവിഷൻസ് ആണല്ലോ. അപ്പോൾ ഇതിന്റെ ഇടയിലായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. അതിനാണ് ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. അതായത് മിയോസിസ് 1 കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു സംഭവം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മിയോസിസ് 2 നടക്കുന്നത്. അതായത് രമണ, ഒരു സെൽ സൈക്കിൾ നോക്കുമ്പോൾ അതിന് G1 S G2 എന്ന് പറയുന്ന ഇന്റർഫേസ് സ്റ്റേജ് അഥവാ പ്രിപ്പറേറ്ററി ഫേസ് അവിടെ കാണുന്നുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ടാണ് മിയോസിസ് 1ലോട്ടും 2ലോട്ടും പോകുന്നത്. ഈ മിയോസിസ് 1ന്റെ ഉള്ളിൽ പ്രൊഫേസ് 1, മെറ്റാഫേസ് 1, സൈറ്റോകൈനസിസ് ഇതെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ മിയോസിസ് 2ന്റെ ഉള്ളിൽ ഈ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാനത് കൊടുക്കാതിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനായിട്ട് കുറേ സമയം കളയണ്ടാന്ന് കരുതി. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കുമല്ലോ. ഓക്കെ, നമ്മൾ സ്റ്റേജസിനെ കുറിച്ചിട്ട് എല്ലാം പറഞ്ഞു. ഇനി നമ്മൾക്ക് ഇന്റർകൈനസിസ് എന്താണെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഈ മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയിലായിട്ടുള്ള ഒരു കുഞ്ഞി സ്പേസ് ആണ് ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. തൽക്കാലം ഞാനൊരു ബ്ലാക്ക് കളറിൽ അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സ്പേസ്, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ആദ്യം മിയോസിസിലോട്ട് സെല്ലെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇന്റർകൈനസിസ് കഴിഞ്ഞാൽ മാത്രമേ മിയോസിസ് 2ലോട്ട് പോകുള്ളൂ. അതായത് മിയോസിസ് 1ൽ നിന്നും ഡയറക്റ്റായിട്ട് മിയോസിസ് 2ലോട്ട് എത്തില്ല. അതിൻ്റെ ഇടയിലൊരു സ്പേസ് ഉണ്ട്. അതാണ് ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു റെസ്റ്റിംഗ് ഫേസ് പോലെ പറയാം. നമുക്ക് എനർജി എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റിംഗ് ഫേസ് ആണ് ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇന്റർകൈനസിസിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പ്രിപ്പറേറ്ററി ഫേസ് ആണെന്ന് പറയാം ഇത്. അതായത് ഇവിടെയും G1 G2 പോലെയുള്ള പ്രിപ്പറേഷൻ സംഭവങ്ങളൊക്കെ നടക്കും നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം. പക്ഷേ എസ് ഫേസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു DNA റെപ്ലിക്കേറ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇൻ്റർഫേസിൽ എന്ത് സംഭവിക്കില്ല, റെപ്ലിക്കേഷൻ നടക്കില്ല. ബാക്കി എല്ലാ പ്രിപ്പറേഷൻസും നടന്നിട്ട് മിയോസിസ് 2ലോട്ട് പോകും. ഇന്റർകൈനസിസിനെ കുറിച്ചിട്ട് അധികം ഓർക്കേണ്ട ഒരു റെസ്റ്റിംഗ് സ്പേസ് ആണ് മിയോസിസിൻ്റെയും 2ന്റെയും ഇടയിലായിട്ടുള്ള. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി ഞാൻ കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഈ മിയോസിസ് 1 and 2 എന്ന് പറയുന്ന ഈ 2 ഡിവിഷൻസും നടക്കുന്നത് ഗ്യാമേറ്റ്സ് ഫോമിങ് സെൽസിൽ വെച്ചിട്ടായിരിക്കും. അതായത് സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഓവറിയും പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിസിലും വെച്ചിട്ടായിരിക്കും ഈ ഒരു ഡിവിഷൻ നടക്കുന്നത്. പിന്നെ നമുക്കറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ക്രോമസോമൽ നമ്പർ ഹാഫ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി മിയോസിസ് എവിടെ ഒക്കർ ചെയ്യുന്നത്, എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് ഓർക്കുക, ഗ്യാമറ്റോജനസിസിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മിയോസിസ് 1 നോക്കിയാലോ. അപ്പോൾ നമുക്കറിയാം മിയോസിസ് 1ലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റേജസ് കാണുന്നുണ്ട്. നമ്മൾ പഠിച്ച പ്രോമാറ്റ് ഒന്ന് കോഡ് വെച്ചിട്ട് പഠിച്ചിട്ടുള്ള പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1 ആൻഡ് സൈറ്റോകൈനസിസ്. ഈ പ്രോഫേസ് 1നെ വീണ്ടും 5 എണ്ണാക്കിയിട്ട് ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ഇനിയിപ്പോൾ ഈ 5 എണ്ണം എങ്ങനെ ഞാൻ പഠിക്കാമെന്ന് ആലോചിച്ച് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാനൊരു കോഡ് പറഞ്ഞു തരാം. കോഡ് ഇതാണ്. ലെപ്റ്റോമോനും സൈഗോമോനും എന്ന് പറയുന്ന 2 മക്കളുണ്ട്. അവർ 2 പേരും പാക്കറ്റ് മിൽക്കിലോട്ട് കൈ ഡിപ്പ് ചെയ്തപ്പോൾ ദിയ വന്ന് ചീത്ത പറഞ്ഞു. അപ്പോൾ ഇവിടെ ലെപ്റ്റോമോന് സൈഗോമോൻ എന്ന് പറയുന്നത് എന്താ, ലെപ്റ്റോട്ടീൻ ആൻഡ് സൈഗോട്ടീൻ. പാക്കറ്റ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാക്കിറ്റീൻ. ഡിപ്പ് ചെയ്തു മീൻസ് ഡിപ്ലോട്ടീൻ. ദിയ വന്ന് ചീത്ത പറഞ്ഞു എന്നിട്ട് ദിയ മീൻസ് ഡയാകൈനസിസ്. പാവല്ലേ ലെപ്റ്റോമോനും സൈഗോമോനും. പക്ഷെ നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ കോഡ്, അങ്ങനെ പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു കോഡ് വെച്ചിട്ട് ഇങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പോൾ കോഡെല്ലാം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് 5 സ്റ്റേജസ് കയറിയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഓരോന്നിനെ കുറിച്ചിട്ട് നോക്കിയാലോ. അപ്പോൾ നമുക്ക് പ്രോഫേസ് 1 സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ദീസ് 5 സ്റ്റേജസ്. അപ്പോൾ ഓക്കെ, പ്രോഫേസ് 1ലെ ഫസ്റ്റത്തെ ലെപ്റ്റോട്ടീനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. മൈറ്റോസിസ് പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. മൈറ്റോസിസിൽ നമ്മൾ അതിൽ വരുന്ന സ്റ്റേജസിൽ പറഞ്ഞിരുന്നു മെംബ്രെയിൻ എല്ലാം ഡിസപ്പിയർ ആകുന്നു. അതേപോലെ തന്നെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്നുള്ള സംഭവം കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോംസ് ആയിട്ട് മാറുന്നു എന്നൊക്കെ. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ പ്രോഫേസിനെ കുറിച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. സോ ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ക്രോമസോംസ് കണ്ടൻസ് ചെയ്യുകയാണ് ചെയ്യുക. സോറി, ക്രൊമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് ലെപ്റ്റോട്ടീനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാം ക്രൊമാറ്റിൻ ചെയിൻ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ക്രോമസോംസ് അവിടെ ഇവിടെ ഒരു ചെയിൻ പോലെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലേ, ഒരു ചെയിൻ പോലെയാണ് കാണപ്പെടുന്നത്. അത് പ്രോഫേസിലോട്ട് എത്തുമ്പോൾ എന്തായിട്ട് മാറും, ഇൻഡിവിജ്വൽ ക്രോമസോമായിട്ട് ആവാനായിട്ട് തുടങ്ങും ഇത് കണ്ടൻസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ലെപ്റ്റോട്ടീനിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം സ്റ്റാർട്ട് ചെയ്യുന്നു അതിൻ്റെ കണ്ടൻസേഷൻ. ഓക്കെ, അപ്പോൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിൻ്റെ എന്താക്കുന്നു കണ്ടൻസേഷന് സ്റ്റാർട്ട് ചെയ്യാണ് ലെപ്റ്റോട്ടീനിൽ വെച്ച്.
അപ്പോൾ ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 ആണ്. ആൻഡ് ഇവിടെ നടക്കുന്നത് എന്താ, ദ കോമ്പാക്ഷൻ ഓഫ് ദി ക്രോമോസോം. കോമ്പാക്ഷൻ മീൻസ് കണ്ടൻസേഷൻ ഓഫ് ദി ക്രോമോസോം ആണ് ലെപ്റ്റോട്ടീനിൽ നടക്കുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള സൈഗോട്ടീനെ കുറിച്ചിട്ട് നോക്കാം. ഈ സൈഗോട്ടീനിൽ നടക്കുന്നത് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് 46 ക്രോമസോംസ് ആണ് ഉള്ളത് എന്നുള്ളത്. അതായത് ഈ 46നും 23 പെയേഴ്സാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 23 പെയേഴ്സ് എന്ന് പറയുമ്പോൾ 46 ക്രോമസോംസ് ആണ് ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. സോ ഇതിൽ ഈ ഒന്നാമത്തെ ക്രോമസോമിൽ ഇതിൽ ഫസ്റ്റത്തെ ക്രോമസോം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നതും രണ്ടാമത്തെ ക്രോമസോം എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നതുമാണ്. ഇങ്ങനെയാണല്ലേ നമുക്ക് 46 ക്രോമസോംസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ 23 പെയറിൽ ഒരു സെറ്റ് എൻ്റെ അമ്മേൻ്റെ കാര്യം, ഒരു സെറ്റ് എൻ്റെ അച്ഛൻ തന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ സ്പേം ആയിട്ടുള്ളതിൽ 23 ക്രോമസോംസും അമ്മേൻ്റെ ഓവത്തിൽ 23 ക്രോമസോംസ് ഉണ്ടാവും. ഈ 23 ക്രോമസോംസ് ഉള്ള അച്ഛൻ്റെ സ്പേമും അമ്മയുടെ ഓവവും കൂടി ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് സൈഗോട്ട് ഫോം ചെയ്യും. ആൻഡ് ഈ സൈഗോട്ട് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ആളത്തുനിന്നും കിട്ടിക്കാണ്. 23 അച്ഛൻ്റെ അടുത്തുനിന്നും കിട്ടി, 23 അമ്മേൻ്റെ അടുത്തുനിന്നും കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഗോട്ട് എന്തായിരിക്കും, സൈഗോട്ട് എന്ന് പറയുന്നത് ട്വൻ കണ്ടീഷൻസിലായിരിക്കും. അഥവാ 46 ക്രോമസോംസ് അവിടെ ഉണ്ടാകും. അതിൽ 23 ക്രോമസോംസ് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതും 23 ക്രോമസോംസ് എന്ന് പറയുന്നത് അമ്മൻ്റെ ഓവത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് കഴിയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല, ഈ ക്രോമസോംസ് തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, നമ്മൾ പറഞ്ഞൊരു ചെയിൻ ആയിരിക്കും, ക്രോമാറ്റിൻ ചെയിൻ, ക്രോമാറ്റിൻ റെറ്റിക്കുലായിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പോൾ ലെപ്റ്റോട്ടീനിൽ എത്തുമ്പോൾ നമ്മൾ പറഞ്ഞു അത് പിന്നീട് എന്താകും, പതിയെ ഇങ്ങനെ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ഇതിലിപ്പോൾ ഞാൻ 2 പേരെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ക്രോമസോം ആയിട്ട് സങ്കല്പിക്കുക കേട്ടോ. സോ ഇവരെന്താണ്, ലെപ്റ്റോട്ടീൻ എത്തുന്ന വരെ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല, ഇവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ലൈക്ക് ക്രോമാറ്റിൻ റെറ്റിക്കുലം നമ്മൾ പറഞ്ഞത് ചെയിനായിട്ട് നിൽക്കുകയാണ്, കണ്ടൻസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല. സോ ലെപ്റ്റോട്ടീനിൽ ഇൻ്റർഫേസ് കഴിയുന്നവരെ ലെപ്റ്റോട്ടീനിൽ എത്തുന്ന സമയത്ത് ഇവരെന്താവാനായിട്ട് തുടങ്ങി, കണ്ടൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിലിപ്പോൾ ഉള്ള ഈ ഒരു ചിത്രത്തിലുള്ള ആൾക്കാർ മൊത്തം 46 ക്രോമസോംസാണ് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഈ 46 ക്രോമസോംസിലും 23 പെയർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ ഞാനിവിടെ ആകെ 2 മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. കാര്യങ്ങൾക്ക് മനസ്സിലായോ? സൈഗോട്ടിയിൽ വെച്ചിട്ട് ഇവരെന്താവാണ്, പെയർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതായത് ലെപ്റ്റോട്ടീനിൽ എന്ത് സംഭവിച്ചു, ലെപ്റ്റോട്ടീനിൽ ഇവർ കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോമായി മാറാനായിട്ട് തുടങ്ങി. ആൻഡ് സൈഗോട്ടിയിൽ എത്തിയപ്പോൾ ഇവരെന്തായി, ആദ്യമായിട്ട് കണ്ടുമുട്ടി അല്ലേ. എന്നിട്ട് എന്തായി, പെയറിങ് ചെയ്തു. അപ്പോൾ ആകെ 2 ക്രോമസോംസ് അല്ല പെയറിങ് ചെയ്തത്, 46 ക്രോമസോംസ് പെയറിങ് ചെയ്തിട്ട് 23 പെയറാണ് ഉണ്ടായിട്ടുള്ളത്. പെയറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ക്രോമസോം അച്ഛൻ്റെ നിന്നും ഒരു ക്രോമസോം അമ്മൻ്റെ നിന്നും, അങ്ങനെ 23 ക്രോമസോംസ് തമ്മിൽ പെയറിങ് ചെയ്തു. ഈ ക്രോമസോംസ് തമ്മിലുള്ള പെയറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്സിസ്. കുറച്ച് കഴിഞ്ഞാൽ അവരൊരു ക്ലോസ് അസോസിയേഷൻ ഫോം ചെയ്യും. നമ്മൾ കുറേ കാലത്തിന് ശേഷം നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കൂലേ, അതേപോലെ ഇവരെന്താകും, ഒരു ക്ലോസ് അസോസിയേഷൻ ഫോം ചെയ്യും. അതിന് വിളിക്കുന്ന പേരാണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ശരിക്കുള്ള ക്രോമസോംസ് വരച്ചു നോക്കിയാലോ. മെയിൽ ക്രോമസോമിനെ ഞാനിവിടെ ഒരു ബ്ലൂ കളറിലും ഫീമെയിൽ ക്രോമസോമിനെ ഞാനിവിടെ ഒരു പിങ്ക് കളറിലും കൊടുക്കണ്ടേ. ഇവർ തമ്മിൽ ഒരു പെയറിങ് നടന്നല്ലോ, അതിനാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ടൊരു ക്ലോസ് അസോസിയേഷൻ ഉണ്ടാകും, അതിനാണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ എത്ര ക്രോമസോംസ് കാണുന്നുണ്ട്? 2 അല്ലേ കാണുന്നത്. അപ്പോൾ ഇതിനെ ബൈവാലൻ്റ് എന്നാണ് വിളിക്കുക. 2 ക്രോമസോംസ് ഉണ്ടെങ്കിൽ അതിനെ ബൈവാലൻ്റ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് പറയാം, ദ കോംപ്ലക്സ് ഫോംഡ് ബൈ എ പെയർ ഓഫ് സിനാപ്സിഡ് ഹോമോലോഗസ് ക്രോമസോംസ് ഈസ് കോൾഡ് എ ബൈവാലൻ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്യില്ലേ ബൈ എങ്ങനെ, സിനാപ്സിഡ് ഹോമോലോഗസ് ക്രോമസോംസ് വഴി. സിനാപ്സിഡ് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിനാപ്സിഡ് എന്ന് പറഞ്ഞാൽ പെയർ ചെയ്തിട്ടുള്ള, ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പെയർ ചെയ്ത 2 ക്രോമസോംസിന് വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോംസ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഹോമോലോഗസ് ക്രോമസോംസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ബൈവാലൻ്റ് എന്ന് വിളിക്കാം. അതായത് ഈ ഒരു ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ പെയറിനെ വിളിക്കുന്ന പേരാണ് ബൈവാലൻ്റ് എന്ന്. പിന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ക്രോമസോംസ് ഉണ്ടായിട്ടുള്ളത് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സുകൾ കൂടി ചേർന്നിട്ടാണ് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ അത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ക്രോമാറ്റിഡ്സ് കാണുന്നുണ്ട്? 4 ക്രോമാറ്റിഡ്സ് കാണുന്നില്ലേ? അതായത് ഒരു ക്രോമസോം ഉണ്ടായിട്ടുള്ളത് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കൂടി ചേർന്നിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 അവിടെ കാണുന്നുണ്ട്. 1 2 3 4 4 ക്രോമാറ്റിഡ്സ് കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ടെട്രാഡ് എന്ന് പറയാം.
അപ്പോൾ ക്രോമസോമൽ നമ്പർ നോക്കുന്ന സമയത്ത് 2 ക്രോമസോംസ് ആയതുകൊണ്ട് ഇതിനെ ബൈവാലൻ്റ് എന്നും 4 ക്രോമാറ്റിഡ്സ് കാണുന്നതുകൊണ്ട് ഇതിനെ ടെട്രാഡ് എന്നും പറയാം. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു ക്രോമസോംസ് 2 പെയറായി നിൽക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ഒറ്റ ക്രോമസോംസിന് 2 ക്രോമാറ്റിഡ്സിനെ നമുക്ക് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫാദറിൻ്റെ ക്രോമസോം ആണല്ലോ നമ്മൾ ഫസ്റ്റത്തെ ബ്ലൂ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ബ്ലൂവിൽ ഇതാണ് ഇവിടുത്തെ ആണെന്ന് ബ്ലൂവിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മദറിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഏതായിരിക്കും, ഇതായിരിക്കും മദറിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്തായിരിക്കും നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്? യെസ്, മദറിൻ്റെ ഒരു ക്രോമാറ്റിഡും ഫാദറിൻ്റെ ഒരു ക്രോമാറ്റിഡിനെയും കൂടി നമുക്ക് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞു ഇവർ കുറേ കാലത്തിന് ശേഷം കാണുക എന്നുള്ളത്. കുറേ കാലത്തിന് ശേഷം കാണുന്നതുകൊണ്ട് വെറും ഹഗ് മാത്രമാണ് ചെയ്യുക, അല്ല, ഇവരുടെ അടുത്തുള്ള സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചും ചെയ്യും. അവർ പറയും എൻ്റെ അടുത്തുള്ളത് നീ എടുത്തോ, നിൻ്റെ അടുത്തുള്ളത് ഞാൻ എടുത്തോളാം. എന്നിട്ട് അവരെന്ത് ചെയ്യും, ക്രോസ് ഓവർ ചെയ്യും. ഇങ്ങനെ ക്രോസ് ഓവർ ചെയ്യുന്നതിനാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രോസിംഗ് ഓവർ ചെയ്യുന്നതിന് മുന്നേ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. ഞാൻ ആ ഫസ്റ്റത്തെ ക്രോമസോംസിൻ്റെ അതിൽ ഒരു യെല്ലോ കളറിൽ വരച്ച് വെച്ചിട്ടുണ്ട്. പോലെ ഒരു സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യും, ഒരു ഉണ്ട പോലൊരു സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യും. അതിനെ നമ്മൾ റീകോമ്പിനേഷൻ നൊഡ്യൂൾ എന്നാണ് വിളിക്കുക. ഈ റീകോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 സംഭവങ്ങൾ കൂടി ചേർന്നിട്ട് വേറൊരു പുതിയൊരു സംഭവം ഉണ്ടായിട്ട് മാറി. അപ്പോൾ ഈ 2 ക്രോമസോംസിൻ്റെയും സംഭവങ്ങൾ കൂടി ചേർന്നിട്ട് ഒരു പുതിയൊരു സംഭവം ഉണ്ടായതിനാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഫാദറിൻ്റെ ക്യാരക്ടറും മദറിൻ്റെ ക്യാരക്ടറും കൂടി ചേർന്നിട്ട് നമുക്ക് എന്തുണ്ടാകും, ഒരു പുതിയൊരു ക്യാരക്ടർ ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനത്തുള്ള സംഭവത്തിനാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്രോസിംഗ് ഓവറിന് റീകോമ്പിനേഷൻ എന്നും കൂടിയും പറയാം. അപ്പോൾ ഇവിടെ ഈ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, ബ്ലൂവിലുള്ള കുറച്ച് പിങ്കിനും കിട്ടും, പിങ്കിൻ്റെത് കുറച്ച് ഗ്രീനും കിട്ടും. ഞങ്ങൾക്ക് ആ തേർഡ് പിക്ചർ നോക്കിയപ്പോൾ മനസ്സിലായോ, ഇവിടെ എന്തായി ഒരു എക്സ്ചേഞ്ച് നടന്നു. നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ ഹോമോലോഗസ് ക്രോമസോംസിന് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ അവരുടേത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ വരച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ എന്തായി, പിങ്കിൽ ചെറിയൊരു ബ്ലൂ ഭാഗം കാണുന്നുണ്ടോ നിങ്ങൾ? അതേപോലെ തന്നെ ബ്ലൂവിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ എൻഡിൽ പിങ്ക് കളറായിട്ടും കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് അവിടെ നടന്നു. അപ്പോൾ ഇവിടെ എന്തെല്ലാം നടന്നു എന്ന് ഓർക്കുക. ആദ്യം തന്നെ എന്ത് ചെയ്തു, ഒരു ക്രോസിംഗ് ഓവർ നടന്നു. എന്നിട്ട് അവർ തമ്മിൽ അവരുടെ സംഭവങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തു. ഈ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. സംഭവം എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽസിനാണ് കേട്ടോ. ഈ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് ഒരു എൻസൈം മീഡിയേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു എൻസൈം ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ എൻസൈമിനെ നമുക്ക് റീകോമ്പിനേസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ക്രോസിംഗ് ഓവർ നടന്നിട്ട് ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്തു. ഇത്രയും ഭാഗത്തിന് നമ്മൾ പാക്കിറ്റീൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞ സൈഗോട്ടീനെ കുറിച്ചിട്ടും പാക്കിറ്റീനെ കുറിച്ചിട്ടും ഓരോന്ന് നോക്കാം. സൈഗോട്ടിയിൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞു, ക്രോമസോംസ് ആദ്യം എന്താകും, പെയറിങ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ പ്രോസസ്സിനാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പെയർഡ് ആയിട്ടുള്ള ക്രോമസോംസിനാണ് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രോമസോംസ് പെയർ ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാകും. അതിനാണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുള്ളത് പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് വെച്ചിട്ടാണ്. അതിനെ ബൈവാലന്റ് ഓർ ടെട്രാഡ് എന്ന് വിളിക്കും. പാക്കിറ്റീനിലാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നടക്കും, ഈ പാക്കിറ്റീനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഫോം ചെയ്തിട്ടാണ്. പിന്നീട് എന്താകും, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കും. പിന്നീട് അത് ജനറ്റിക് മെറ്റീരിയൽസിനെ എക്സ്ചേഞ്ച് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ മീഡിയേറ്റ് ചെയ്യുന്നത് ഒരു എൻസൈമാണ്. ആ എൻസൈമിനാണ് റീകോമ്പിനേസ് എന്ന് പറയുന്നത്. ആൻഡ് ക്രോസിംഗ് ഓവർ ലീഡ്സ് ടു ദ റീകോമ്പിനേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും സ്പീഡിൽ പോയത്. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് ഡിപ്ലോട്ടീൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.